ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോവാം. നമ്മൾ സ്കൂളൊക്കെ ഓപ്പൺ ആവല്ലേ, അപ്പോൾ ഞാൻ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ 3 ആളാണ് പോയത്, ഇത്താത്തയും മമ്മിയും ഞാനും. അങ്ങനെ നമ്മളിവിടെ പഴയങ്ങാടിയിലാണ് പോയത്. സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കുഞ്ഞു ഗമ്മാണ് എടുക്കുന്നത്. അപ്പോൾ സംഭവം ഞാൻ വലുതെടുത്ത സമയത്ത് ഇത്താത്തി അമ്മയൊക്കെ പറഞ്ഞേ, വലുതെടുക്കണ്ട, എന്തായാലും നമ്മളെ മക്കളല്ലേ, എന്തായാലും അവരെ കയ്യിൽ കിട്ടിയാൽ കളയും, അതുകൊണ്ട് ചെറുതെടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഒരേ എക്സ്പീരിയൻസ്ഡാണല്ലോ. അങ്ങനെ ഞാൻ ഡോംസിൻ്റെ തന്നെ ഷാർപ്നർ, റൈസർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ റൈസർ ഉണ്ട്. ഇതുണ്ടല്ലേ, ചോക്ലേറ്റ് പോലെ കണ്ട ചോക്ലേറ്റ് എന്നേ വിചാരിക്കുള്ളൂ. അത്രയും ചോക്ലേറ്റിനെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നത് പോലെ അത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ടായിട്ടില്ല, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് ആണെന്ന് വെച്ച് ഉപയോഗിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 ആളും ഇത് വാങ്ങിയിട്ടില്ല. അങ്ങനെ നല്ല കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സിലുള്ളത് കുറോമീൻ്റെ ഒരു തീമിലുള്ള ഷാർപ്നറാണ്. നല്ല രസമുണ്ട്. ഇത് ഞാൻ ആദ്യം 2 എടുത്ത്, പിന്നെ ഞാൻ ഒറ്റൊന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു പിങ്ക് കളറാണ് എടുത്തത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഓരോന്ന് മാത്രം വാങ്ങി. പിന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ആ ഒരു 5 രൂപേൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കയറിയിട്ട് നമുക്ക് തന്നെ തിരിയുന്നില്ല, കാരണം എന്തൊക്കെ ഉണ്ട് അറിയാം. കാരണം നമ്മളെ ചെറുതിലൊക്കെ നമ്മളിതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൂട്ടാണ്ട് വന്നത് എന്തോ ഭാഗ്യമാണ്, നമ്മളെ കയ്യിൽ തന്നെ നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, പെൻസിൽ വാങ്ങി. പെൻസിൽ ഒക്കെ ഉണ്ട്, പക്ഷേ ഷാർപ്നറും റൈസറും ഒന്നും ഇല്ല. അതൊക്കെ ഇങ്ങനെ യൂസ് ആക്കണമല്ലോ. പിന്നെ സ്റ്റാപ്ലറൊക്കെ ഓൾറെഡി വാങ്ങിയതുണ്ടായിരുന്നു, അതിൻ്റെ പിന്ന് വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങി. എന്തെങ്കിലും എഴുതിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, ഒട്ടിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആ ഒരു ടാപ്പ് ചെറുതാണ് വാങ്ങിയത്. എല്ലാം ചെറുതാണ് നോക്കിയിട്ട് വാങ്ങിയത്, വലുത് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പെന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ടായിന്. ആ ഒരു പെന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ജെൽ പെന്നെടുത്ത്, ഗ്ലിറ്റർ പെന്ന്, ഗ്ലിറ്ററിൻ്റെത് ഈ ഒരു 6 കളറായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിന്. പിന്നെ ഒരു വൈറ്റ് ബോർഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിന്. ഇപ്പം ഞാൻ മോൾക്ക് വൈറ്റ് ബോർഡ് യൂസാക്കി കൊടുക്കൽ എന്താ പറയുക, ഞാൻ തന്നെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിൽ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ ആ ഒരു ചോക്കിൻ്റെ പൊടി മോന് അലർജിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് ബോർഡ്, ചെറിയൊരു വൈറ്റ് ബോർഡ് വാങ്ങി. ഈ ഒരു വൈറ്റ് ബോർഡല്ല, അതിന് നല്ല റേറ്റ് ഉണ്ട്, മറ്റേന് റേറ്റ് കുറവാണ്. ഒറ്റൊന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ പൗച്ചൊന്നും വാങ്ങുന്നില്ല, കാരണം പൗച്ചും ബാഗും പിന്നെ കിറ്റൊക്കെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അനിയത്തി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. ഒരു യൂണിക്കോണിൻ്റെ ഒരു ബാഗിൻ്റെ സെറ്റ്. അത് വലുതായതുകൊണ്ട് ഞാൻ അന്നേരം യൂസ് ചെയ്തിട്ടില്ല, ഇപ്പാണ് അത് യൂസ് ആക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. ഇപ്പോൾ അത് കുറച്ച് വലുതായല്ലോ, UKG-ലെത്തിയല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബാഗ് യൂസ് ആക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിന്. പിന്നെ ക്രോഷറ്റിൻ്റെ നല്ല മെറ്റീരിയൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ത്രെഡ്, നല്ല ഒരുപാട് ഐറ്റംസ് ആയിട്ടുണ്ട്. ക്രോഷറ്റ് എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഗ്ലിറ്ററിങ് ആയാലും ആർട്ട്പരമായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഈ ഒരു സ്റ്റോറിൽ പോയാൽ തന്നെ നമുക്കിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു സ്റ്റോറ് സുലഭമായിരിക്കും. അപ്പം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്റ്റോറ് പറയാം. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാരി പറക്കിയെടുത്ത്, കാരണം അങ്ങനെ നമ്മൾ നോട്ട്, പെൻസില്, റൈസർ, ഷാർപ്നർ, പിന്നെ വേറെയും കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എന്താക്കി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിന്. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ പറയില്ല, ഒരു അടിപൊളി ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പെയിൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി. പിന്നെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, കുറേ ഐറ്റം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മളെന്താക്കി, ബില്ലൊക്കെ ചെയ്തതിന് ശേഷം അപ്സ്റ്റെയറിലേക്ക് പോയി. അവരൊരു ഗോഡൗൺ പോലെയാണ്, അവിടെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ വെറുതെ കയറി നോക്കാമെന്നില്ലയിൽ പോയി, കാരണം നമുക്ക് ബില്ലാക്കിയിട്ടും നമുക്ക് മതിയാകുന്നില്ല. അങ്ങനെ ഇത്താത്തിയും അമ്മയും കൂടെ പോയപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നോക്കുമ്പോൾ കുറേ ബാഗും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്.
പിന്നെ നമ്മളെ ഗ്ലിറ്റർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇങ്ങനെ കയറി എന്തൊക്കെയോ വാങ്ങും, അതാണ് ഇങ്ങനെ. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഒരുപാട് എന്തൊക്കെയോ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ പിള്ളേരെ കൂട്ടാൻ മെയിനായിട്ട് നമ്മൾ കൂട്ടാതിരുന്നത് അമ്മീൻ്റെ മോളെ, അതായത് ഇക്കാക്കൻ്റെ മോളെ കൂട്ടിയിട്ടില്ല, അതേപോലെ തന്നെ ഇത്താത്തൻ്റെ മോളെയും കൂട്ടിയിട്ടില്ല. അവർ രണ്ടാൾക്കും ആയിരിക്കും ഉപകാരപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ട്. കാരണം മൂത്താൾ ഇത്താത്തൻ്റെ മോള് ഇങ്ങനെ കുറേ ആർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ബൊക്ക ഉണ്ടാക്കും, പിന്നെ ഹാമ്പർ അതൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണ്. ഇക്കാക്കൻ്റെ മോള് ഇതേപോലെ ഓക്ക് ക്രോഷീറ്റിൻ്റെത്, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ആർട്ടും കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അവർ രണ്ടാളും. അപ്പോൾ അവർ രണ്ടാൾക്കും വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർ രണ്ടാളെയും കൂട്ടാഞ്ഞത് എന്തോ ഭാഗ്യം എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടുണ്ട്. കുഞ്ഞും കൂടെ നമ്മളെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താക്കുക, വിചാരിച്ച പോലെ അങ്ങനെ നോക്കാൻ കഴിയില്ല. കാരണം ഓനിങ്ങനെ ഓടുമല്ലോ, ഓടിയിട്ട് ഇങ്ങനെ ഓരോ വലിച്ചു വാരി ഇടുന്നൊന്നുമില്ല, വലിയ ഇടങ്ങേറാക്കുന്നൊന്നുമില്ല, എന്നാലും പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാരി വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്നിക്കേഴ്സിൻ്റെ പോലത്തെ ഒരു റേസർ കണ്ടിട്ട് കുഴപ്പമാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിൽ കാണിച്ച റേസർ അത് വിചാരിച്ചത് മിഠായി എന്നാണ് വിചാരിച്ചത്, അതുകൊണ്ട് അവിടെ കുഴപ്പമാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ കുറേ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കണ്ട്, ഇതൊക്കെ കണ്ടാൽ ശരിക്കും എൻ്റെ കണ്ണും മഞ്ഞളിക്കും, ഇത്താത്തൻ്റെ കണ്ണും മഞ്ഞളിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ താഴേക്ക് തന്നെ പോയി. വന്നിട്ട് അവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിന്. ഈ ഹാമ്പറിൻ്റെ ഒക്കെ സാധനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ബാക്കി ഇവിടെ ഇല്ലതിനായിട്ട് കൂടുതൽ താഴെയാണ് സ്റ്റേഷനറി ഐറ്റംസാണ് ഒരുപാടുള്ളത്. ഹാമ്പറിൻ്റെ ഇപ്പോൾ പുതുതായിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒരു പഴയ ഓൾഡ് സ്റ്റോക്കാന്ന് തോന്നുന്നു ഇതൊക്കെ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഈ ഒരു സ്ഥലത്തെപ്പോൾ മോനൊന്ന് ഇളകിയിട്ടുണ്ടായിന്. കാരണം എനിക്ക് എനിക്ക് ഈ മുട്ട ബേബിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓർക്ക് രണ്ടാൾക്കും ഒരു മുട്ട ബേബി ഉണ്ടായിട്ടുണ്ടായിന്, അതിനവിടെ കണ്ട്. അപ്പം അതിനെ കണ്ടപ്പോൾ ഒന്ന് പിടിച്ച് എടുത്തിട്ടുണ്ടായിന്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പരിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മളിതാ വീണ്ടും ബില്ലാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫയലാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മൂന്നാളും അതെടുത്ത്, പിന്നെ ഈ ഒരു യൂണിക്കോണിൻ്റെതാണ് നമ്മൾ മൂന്നാളെടുത്തിട്ടുള്ളത്. യൂണിക്കോണിൻ്റെത് നമ്മൾ രണ്ടാളും എടുത്ത്, ഇത്താത്ത വേറെ എന്തോ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു പ്രിൻസസിൻ്റെ ഈ ഒരു പോച്ചും, അതായത് ഈ മറ്റേ ക്രയോണൊക്കെ പൊളിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാമല്ലോ, അങ്ങനെ ഒരു ബോക്സിൽ നിന്ന് പുറത്താക്കിയാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ മൂന്നാളും സെയിം സാധനങ്ങൾ. അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കുറേ സാധനങ്ങൾ വാരി പെറുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാന്ന്, ബില്ല് ചെയ്യണം, എന്നിട്ട് പോകണം. സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലാക്കിയതിന് ശേഷമാണ് ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിലായി. അങ്ങനെ ഞാൻ വീണ്ടും എന്താ പറയുക, നാടകീയമായി ഞാൻ വീണ്ടും ഷോപ്പ് തുറക്കുന്നതും ബാസ്ക്കറ്റ് എടുക്കുന്നതും ഒക്കെ എന്താ പറയുക, നാടകീയമായി ചെയ്ത കാര്യങ്ങളാണ്. ആക്ച്വലി ഞാൻ എല്ലാം വാങ്ങി, ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങി പാക്ക് ചെയ്ത് ബില്ല് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളെല്ലാവരും അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ ഇവർ രണ്ടാളും, അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാളും വീണ്ടും ബില്ലാക്കി. അങ്ങനെ നമ്മൾ ഒരു ബെഡ് നോക്കാൻ വേണ്ടിയിട്ട് ഫർണിച്ചർ ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ഒരു ബെഡ് ഇങ്ങനെ നോക്കി, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോക്കിയത്, ഇപ്പോൾ അങ്ങനെയല്ല, വിലയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് ഇതതിങ്ങനെ ഈ ഒരു ഊഞ്ഞാൽ നോക്കുന്നുണ്ടതിന് അവരുടെ വീട്ടിലേക്ക്. ജസ്റ്റ് നമ്മളിങ്ങനെ റേറ്റ് അറിയാൻ വേണ്ടി കയറിയത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കല്ലുമ്മക്കായി കിട്ടുന്ന സ്പോട്ടിൽ പോയി ചായ കുടിച്ച്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്